നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ എൻ.ഡി.എ നടത്തിയത് വിജയത്തിനൊത്ത മുന്നേറ്റം. ഇടതു കോട്ടകൾ ഇളക്കിമറിച്ചാണ് ബി.ജെ.പി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പി. സുധീർ മുന്നേറിയത്. ചുണ്ടിനും കപ്പിനുമിടയിലാണ് സുധീറിന് എം.എൽ.എ സ്ഥാനം നഷ്ടമായത്. ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ കൂടി പുറത്തു വന്നപ്പോൾ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പി. സുധീറിന്റെ പ്രകടനം ഇടതു വലതു മുന്നണികളെ ഞെട്ടിച്ചു. ഇടതുകോട്ടകൾ ഇളക്കിയാണ് പി. സുധീറിന്റെ പ്രകടനം. ആറ്റിങ്ങലിൽ 1,97,945 വോട്ടിൽ 1,49,916 വോട്ട് പോൾ ചെയ്തപ്പോൾ വിജയിച്ച OS അംബിക 59,163 വോട്ട് നേടി. എൻ.ഡി.എ സ്ഥാനാർത്ഥി പി. സുധീറിന് 45,788 വോട്ട് ലഭിച്ചപ്പോൾ UDF ലഭിച്ചതാകട്ടെ 41,372 വോട്ട് മാത്രം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ സുധീർ 7,528 വോട്ട് കൂടുതൽ നേടി എന്നു മാത്രമല്ല, വോട്ടിംഗ് ശതമാനം 25.9 നിന്ന് 31.3% ഉയർത്തി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ OS അംബികയ്ക്ക് 31,300 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് ഇത്തവണ 13,355 കുറഞ്ഞു. മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ആറ്റിങ്ങൽ നഗരസഭയിലും ഒറ്റൂർ പഞ്ചായത്തിലും LDF-നെ NDA പിടിച്ചുകെട്ടി. രണ്ടിടത്തും സുധീർ ഒന്നാമതെത്തി. ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ 34 ബൂത്തുകളിൽ 20-ലും സുധീറിനായിരുന്നു മുൻതൂക്കം. വക്കം പഞ്ചായത്തിലെ 15 ബൂത്തിൽ 10-ലും മണമ്പൂർ പഞ്ചായത്തിലെ 19-ൽ 9-ലും അടക്കം വലിയ മുന്നേറ്റമാണ് NDA നടത്തിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇവിടെ NDA വി. മുരളീധരനിലൂടെ വലിയ മുന്നേറ്റം നടത്തിയിരുന്നു. ഇത്തവണയും ആ മുന്നേറ്റം നിലനിർത്താൻ NDAക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ജനം, തിരുവനന്തപുരം.